കല്യാണം ഹെൽത്തി അതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കല്യാണത്തിന് പങ്കെടുക്കാം. അല്ലാതെ മനഃപൂർവ്വമല്ല, നമുക്ക് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പരിമിതികളുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടൊക്കെ കുഞ്ഞിന് വേണം. അപ്പൊ ലൈവാണ് കേട്ടോ, കുഞ്ഞിന്റെ എൻഗേജ്മെന്റ് ലൈവാണ് നമ്മൾ പോണത്. അപ്പൊ ലൈവ് 20-ാം തീയതി ഒരു 11 മണി തൊട്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ വേണം എന്റെ കുഞ്ഞിന്. സോ എല്ലാം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ, അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ത് തുറന്നാലും ഇപ്പോൾ ആദ്യം വരുന്ന ഒരു പ്രൈമറി ന്യൂസായിട്ടൊക്കെ ആദ്യമായിട്ട് ഇപ്പോൾ വരുന്ന ഒരു ന്യൂസാണ് നമ്മുടെ ഉപ്പുമുളക് ലൈറ്റിലെ ഇളയ പെൺകുട്ടി കുഞ്ഞൻ ഒളിച്ചോടി. ഇതാണ് ക്യാപ്ഷൻ, ഇതാണ് തമ്പനയിലെ എല്ലാ ഒരുവിധപ്പെട്ട വീഡിയോസിനെല്ലാം വരുന്ന സംഭവമാണ്. അപ്പോൾ എനിക്ക് ഈ ഉപ്പുമുളകും എന്ന് പറഞ്ഞ ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറഞ്ഞ ചാനലാണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. സത്യസന്ധമായിട്ട് അങ്ങ് പറയാം. 294ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വലിയ ഫാമിലിയാണ്. സോറി, ഞാൻ നിങ്ങളെ ഇതായിട്ട് പറയല്ല, ഞാനത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിൽ ഈ ഒരു രംഗത്ത് പുതിയ ആളാണ്, എന്നിട്ട് 4-5 മാസം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പം ഈ ഒരു സംഭവം എന്താണെന്നറിയാം. എനിക്ക് ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന നമ്മുടെ നീലൂനെയും ബാലൂനെയും ആണ് കേട്ടോ, സീരിയലിൽ, പാറക്കുട്ടിയുടെ സീരിയൽ. അവരൊറ്റ കാര്യമാണ് എനിക്ക് ഉപ്പുമുളക് പറയുന്നത്. സത്യത്തിൽ ഞാൻ അതാണ് ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ഉപ്പുമുളകിലല്ലേ കുട്ടി വീണത്, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടെന്തില്ലായിരിക്കും. അത് ശിവാനിയെ കുറിച്ച് വല്ലതാണോ, അതാണല്ലോ ആ ഒരു സംഭവം. അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്ത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ഫുൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് കണ്ടു കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ കണ്ടപ്പോഴാണ് ഒരു ഫാമിലി വ്ലോഗാണെന്നും അതിൽ പൊന്നു, കുഞ്ഞൻ, പിന്നെ 2 മക്കൾസ് ഉണ്ട്, അവരുടെ പേര് കിട്ടുന്നില്ല, 2 മക്കൾസ്, അച്ഛനമ്മ അടങ്ങുന്നൊരു ഫാമിലിയുടെ ഒരു കഥയാണ് ഇതിൽ ഫുള്ള് വരുന്നതെന്നും ഒക്കെ കണ്ടു. പിന്നെ അവരുടെ ഫാമിലി അതൊക്കെ പോയി തപ്പി എല്ലാം കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് അവർക്ക് 2 പെൺമക്കളുടെ മാരേജുമായി ബന്ധപ്പെട്ട ഇതാണ് കാണിക്കുന്നതെന്നൊക്കെ മനസ്സിലായി. അപ്പം ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല, നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും, നിങ്ങൾക്ക് പരിചിതമായിരിക്കും ഇതാരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കഥ എങ്ങനെയാണ്, ഉപ്പുമുളകിലെ ചേച്ചിക്കും ചേട്ടനും വിവാഹപ്രായമായ 2 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്ത കുട്ടി പൊന്നു, എൻ്റെ റിയൽ നെയിം എനിക്കറിയില്ല, പൊന്നു. അത് കുറച്ച് നാൾ, 1 വർഷം മുന്നേ ഒരു പയ്യനോട്ട് ഒളിച്ചോടിപ്പോയി. ഓക്കെ, കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയും ഒരു പയ്യനോട്ട് ഒളിച്ചോടിയിരിക്കുകയാണ്. ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഈ ആദ്യത്തെ പെൺകുട്ടി ഒളിച്ചോടിയത് വിവാഹം നിശ്ചയിച്ച പയ്യനല്ല, വേറൊരു പയ്യനുമായിട്ടാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടി ഒളിച്ചോടിയിരിക്കുന്നത് വിവാഹം കഴിക്കാനായി ഇരുന്ന പയ്യനെയാണ്. അതായത് എൻഗേജ്മെൻറ്റ് ഭയങ്കര ഗ്രാൻഡായിട്ട് എൻഗേജ്മെൻ്റൊക്കെ നടത്തിയിരുന്നു. ആ പയ്യനുമായിട്ടാണ് ഇവർ ഒളിച്ചോടിപ്പോയി മാരേജ് നടത്തിയത്. അതെന്തിനാണെന്നാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരായാലും ഈ യൂട്യൂബിലുള്ള എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത്? മീൻസ് എന്തായാലും വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച കല്യാണം അവരായിട്ട് നടത്തി തരുമല്ലോ, ഉറപ്പല്ലേ? ആ ഒരു രീതി നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇതാണ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നൊരു ചോദ്യം. അപ്പോൾ എനിക്കും അറിയാനായിട്ട് ക്യൂരിയോസിറ്റി കാരണം ഞാനും ഇരുന്ന്, എനിക്ക് തോന്നുന്നു ഒരു 7-8 അല്ല, രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് കണ്ടു. അപ്പോഴൊന്നും എനിക്കതിനെ കൃത്യമായ ഉത്തരം കിട്ടിയില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനകത്ത് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണം, അതൊരു അപേക്ഷയാണ്. അതിനുശേഷം നിങ്ങൾ അറിയിക്കണം എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഓക്കെ, ഇനി ഇതിൽ ഓരോ റിയാക്ഷൻ വീഡിയോസിൽ ഓരോരുത്തർ പറയുന്നുണ്ട് ഈ കുട്ടി കുറച്ച് നാളായിട്ടുള്ള വീഡിയോസിലൊന്നും ഈ നന്ദന എന്നാണ് ഈ കുട്ടിയുടെ കുഞ്ഞെന്ന് വിളിക്കുന്നത്, കുട്ടിയുടെ പേരൊന്നും നന്ദന വരുന്നില്ല, എന്താണ് കാര്യം എന്നറിയില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിന് ഈ അമ്മയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്, ഒരു വീഡിയോ ക്ലിപ്പിങ് അവരുടെ വീഡിയോ ആയിട്ട് അവർ പോസ്റ്റ് ചെയ്തതാണ്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഓക്കെ, പിണങ്ങും അതൊക്കെ സ്വാഭാവികം. ഞാൻ പറയല്ലേ, പൊന്നുമായിട്ട് പിണങ്ങാറുണ്ട്, കുഞ്ഞനായിട്ട് പിണങ്ങാറുണ്ട്, കുണക്കനായിട്ട് ഷെബിയായിട്ട് അതിനായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട്. ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട്. എല്ലാവരും അങ്ങോട്ട് കൊണ്ട് പിണങ്ങണവരൊക്കെ തന്നെയാണ്. ഒരു വീടല്ലേ, ചട്ടിങ്ങലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കുക സ്വാഭാവികമാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങള് മാതൃകാ കുടുംബമാണ്, തല്ലൂടില്ല, ഞങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, എപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് എപ്പോഴും നിങ്ങൾ കണ്ടല്ലോ അമ്മ പറയുന്നത്. പക്ഷെ ആ അമ്മ പറയുന്നത് സത്യമാണ്. കാര്യം ഒരു വീടായ തട്ടിമുട്ടിയൊക്കെ നടക്കും, എപ്പോഴും ചിരിയും കളിയും മാത്രമായിരിക്കത്തില്ല. സത്യസന്ധമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും അവിടെ അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ കാണും. മീൻസ് അച്ഛനമ്മമാര് മക്കൾക്കിടയിലൊക്കെ എപ്പോഴും എനിക്കൊന്ന് ഫ്രണ്ട്സ്, അച്ഛനമ്മ മക്കളിലൊക്കെ ഫ്രണ്ട്സായിട്ട് പോകുന്നൊരു ഫാമിലിയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ
ഇണക്കങ്ങളൊക്കെ നടക്കും. അത് സർവ്വസാധാരണമാണ്. അപ്പോൾ അതാണ് അമ്മ പറയുന്നത്. അപ്പം എല്ലാവരുടെയും ചോദ്യം എന്താണ് നന്ദന വരാത്തത്, അപ്പോൾ നന്ദന എന്തുകൊണ്ടാണ് പണ്ടിങ്ങനെ അല്ലായിരുന്നു നന്ദന ഇപ്പോഴാണ് ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മ ഒരു ക്ലിപ്പിങ് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം നമുക്ക്. അമ്മന്തികളോട് ഒരു ഘോഷയാത്ര. കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിനെ നിങ്ങൾ വീട്ടിൽ കാണില്ല, അമ്മ കുഞ്ഞിനോടുള്ള പിണക്ക് മാറ്റിയില്ലേ, കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്തത്, എന്താ അമ്മ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടെന്നൊക്കെ വിഷമിച്ച് ഇങ്ങനെ എന്താ പിണക്ക്. അത് വലിയ പിണക്കൊന്നുമല്ല, എല്ലാ വീട്ടിലുള്ള അമ്മ മക്കളുള്ള പിണക്കം പോലെയുള്ള ഒരു പിണക്ക് തന്നെയാണ്. പക്ഷെ പണ്ട് കുഞ്ഞ് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞ് പിണങ്ങി കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് കാണിച്ചാൽ മിണ്ടും. ഒരു 1/2-3 മണിക്കൂർ മുന്നേ അമ്മ നാണം കെട്ടിട്ടായിരുന്നു വന്ന് മിണ്ടും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ കുഞ്ഞിനിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വാശിക്കാരി മിണ്ടാ കുറച്ച് തരാം. അപ്പൊ ഞാനും ഞാൻ അമ്മയല്ല ഒന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ കല്യാണം അടുത്തിരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഇത്തിരി വാശി അഹങ്കാരമൊക്കെ കൂടുക എന്നുള്ളത് സ്വാഭാവികമാണെന്ന് തോന്നുന്നു. അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയുകയാണ്. കുഞ്ഞ് ഞങ്ങള് മാത്രം പോകണല്ലോ. ഇപ്പൊ സ്റ്റാൻഡ് കൂടിയപ്പോ മക്കളൊക്കെ വലുതായില്ല. അപ്പൊ അതിന്റെ ചില മാറ്റങ്ങളൊക്കെ അവരിലുണ്ട്. അല്ലാണ്ട് വേറെ തല പോണ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ അച്ഛനമ്മമാരും നമ്മുടെ മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചെറിയ പൊട്ടലും ചെയ്തിട്ടൊക്കെ ഞാൻ എപ്പോഴും പറയും. ഒരു കുടുംബമായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും കേട്ടോ. പക്ഷെ ഇതിനകത്ത് അച്ഛനെ സമ്മതിക്കണം കേട്ടോ. എന്തായാലും എൻ്റെ ഭാര്യ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത്. ഇന്ന് അവരെ ഭാര്യ ആ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ എന്നോട് ആരെങ്കിലും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചേട്ടൻ പിന്നെ അവരുടെ അടുത്ത് മിണ്ടത്തില്ല. അതങ്ങനെയാണ് ചേട്ടനും ഞാൻ നമ്മൾ സ്നേഹം നല്ലതാണ് കേട്ടോ, നല്ല സ്നേഹമാണ്. പിന്നെ ഇവർ ഇതിനകത്ത് റിയാക്ഷൻ ചെയ്തവരെല്ലാം പറയുന്ന ഒന്നടങ്കം പറയുന്നൊരു കാര്യമുണ്ട്. ഇവർ മനഃപൂർവ്വം ഒരു ജനാർദ്ദനൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി കളിയാക്കി പറയുന്നുണ്ട് കുറച്ച് ചാനലുകളൊക്കെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൈസയില്ല. ഇവർ പല വീഡിയോസിലും വന്ന് പറയുന്നുണ്ട് എൻഗേജ്മെൻറ്റ് അവളുടെ ആഗ്രഹപ്രകാരം വളരെയധികം ഗ്രാൻഡായിട്ടൊക്കെ നടത്തി. ഇനി അതുപോലെ തന്നെ വിവാഹം നടത്താനായിട്ട് പേയ്മെൻറ്റ് ഇല്ല, നല്ല പൈസ വേണം, അത്രയും പേയ്മെൻറ്റ് ഇല്ല, അതിന് വേണമെങ്കിൽ ഈ വസ്തു വിൽക്കണം എന്നൊക്കെ ഒരു വസ്തുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിതുവരെ ചെയ്തിട്ട് കല്യാണത്തിൻ്റെതായ ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലോ കേട്ടാ. വേണ്ടേ അപ്പുറത്താളൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളായി തുടങ്ങി. പക്ഷെ ഫണ്ട് സെറ്റായി വരണുള്ളൂ. അപ്പൊ അതിന്റെ ഇതിലാണ് ഇനിയൊക്കെ ഇന്ന് കല്യാണക്കൂര അടിക്കാൻ വേണ്ടി കല്യാണക്കൂര എത്ര ആൾക്ക് അടിക്കണം അതിനൊക്കെ ഒരു കണക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരാളും ഒരു കാര്യം ചെയ്യില്ല. ഞാൻ ഇവിടുന്ന് ഞാനെന്നെ ഓടിയിട്ട് ഞാൻ എന്റെ കാര്യം സ്റ്റാർട്ട് ചെയ്യണം. സത്യം തന്നെയാണ്. പക്ഷെ നമ്മള് എല്ലാത്തിനും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കേട്ടാ. നമ്മള് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. എന്താ വെച്ചാ നമുക്ക് ഒരാള് മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ടൈമില്ല, നമ്മുടെ കയ്യിൽ ടൈമില്ല. ആകെ നമുക്കൊരു 3 മാസം ടൈമുള്ളൂ. 3 മാസം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയൊക്കെ ഉണ്ടാവുള്ളൂ. എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെയ്ത് വെക്കേണ്ട കാര്യമൊക്കെ നമ്മളനുസരിച്ച് സ്വർണ്ണത്തിന് ദിവസം വെച്ച് ഇങ്ങനെ വില കൂടാം. അപ്പൊ എന്തായാലും ജസ്റ്റ് ഇത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ സമയം ഈ എല്ലാവർക്കും ഈ ഒരു വിഷയത്തോട് ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കാരണം വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന കുട്ടി ആ പ്രതിശ്രുത വരനോടൊപ്പം തന്നെ ഒളിച്ചോടിപ്പോയി വേറെ വിവാഹം കഴിക്കുന്നു. ഇതിനകത്തുണ്ടായ അജണ്ട എന്താണ്? അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അമ്മയുടെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ മൂത്ത മോള് ഒരു പയ്യനോടെ ഇറങ്ങിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഇളയ മോളുടെ വിവാഹം വളരെയധികം ആഡംബരത്തോടു കൂടി നടത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനുള്ള പൈസ അവരുടെ കയ്യിലില്ല. അവർ പറയുന്നുണ്ട്, ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, പൈസ ഇല്ലാത്തതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല, എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കാശില്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. അത് സ്വാഭാവികം. ഏതൊരു അച്ഛനമ്മയായാലും ഈ കല്യാണം നടത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്, നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഡെയിലി ഇങ്ങനെ വീട്ടിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞത് കേട്ടതിൻ്റെ ഇതിൻ്റെ ഭാഗത്താണോ ഈ കുട്ടി ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? അതോ ഇവർ ഈ വീഡിയോയിലൂടെ പൈസ ഇല്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഈ പയ്യന് ഇങ്ങനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇനി തങ്ങൾ അപമാനിക്കപ്പെടുന്നു എന്ന് തോന്നലിൽ ആ പയ്യൻ തന്നെ ഇറങ്ങി വാ നമുക്ക് പോയി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതാണോ? അതോ ഒരുപാട് ആഡംബരത്തിൽ ജീവിക്കണം, കല്യാണം നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയും മകളും തമ്മിലുണ്ടായ വഴക്കിൻ്റെ പ്രശ്നം ആ ഒരു ഈഗോയിൽ നിന്ന് ഉടലെടുത്തതാണോ? ഇത് ഒന്നും അറിയില്ല, എന്താണെന്ന് അറിയില്ല.
ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉപ്പുമുളക് ലൈറ്റ് ഒരു വലിയ ഫാമിലിയാണ്. ആ ഫാമിലി മെമ്പേഴ്സിനെ ഇവർക്ക് എന്താണ് നടന്ന സംഭവം എന്ന് അറിയിക്കാനായിട്ട് എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായി വരുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നിരുന്നാലും വളരെ ലളിതമായ രീതിയിൽ തുളസിമാലയൊക്കെ ഇട്ട് ആണ് ആ കുട്ടിയുടെ കല്യാണം നടന്നിരിക്കുന്നത്. ഞാൻ ആ പിക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. അതുപോലെ തന്നെ ആ പയ്യൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പയ്യൻ്റെ ഫാമിലിക്ക് ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും നല്ലപോലെ 2 ഫാമിലീസ് ഇഷ്ടപ്പെട്ട് അറേഞ്ച് ചെയ്തു. അതായത് എൻഗേജ്മെൻറ്റ് ഇത്രയും സൂപ്പറായിട്ടൊക്കെ നടത്തിയവർ എന്തുകൊണ്ടായിരിക്കണം ഈ മാരേജ് ഇങ്ങനെ ഉഴപ്പിപ്പോകാനുള്ള കാരണം? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻസിലൊന്ന് അറിയിക്കണം കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഈ ഫാമിലിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. കാര്യം ഈ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ, ഉപ്പുമുളക് ഇത്രയും വലിയൊരു ഫാമിലി മെമ്പേഴ്സ് ഗ്രൂപ്പ് ആയിട്ട് പോലും എനിക്കറിയില്ല. എൻ്റെ തെറ്റാണ്, വേറെ ആരുടെയല്ല. അപ്പം ഇത് മാത്രമല്ല, ഇതിൻ്റെ ഈ കുട്ടിയുടെ ആദ്യത്തെ കുട്ടിയിലെ പൊന്നൂൻ്റെ കല്യാണ സമയത്ത് ഇതുപോലെ ഈ ഒളിച്ചോട്ട സമയത്തൊക്കെ ഒരുപാട് വിവാദമായ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഒരുപാട് റിയാക്ട് ചെയ്ത സംഭവമാണിത്. അതുപോലെ തന്നെ ആ കുട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാം ഒന്നിക്കുകയൊക്കെ ചെയ്തു. അവരിപ്പോൾ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് പോകുന്നുണ്ട്. അവരുടെ ഫാമിലി പിക്ക് പോലും അവർ ഇത്രയും പേരോട് നിൽക്കുന്ന ഫോട്ടോയാണ്. അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഫാമിലി വ്ളോഗറാണ്. അപ്പോൾ ഇവരെ എല്ലാവരും ഒരുവിധപ്പെട്ടവരൊക്കെ ഇവരെ എതിർക്കുന്നത് ഇവരുടെ തമ്പനെയിൽസൊക്കെ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം കുഞ്ഞിനുണ്ടായ മാറ്റങ്ങൾ, മരുമകൻ തന്ന 8ൻ്റെ പണി, അങ്ങനെയൊക്കെയുള്ള തമ്പനയിലാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഞാൻ ആ തമ്പനയിൽ ചെറിയൊരു സ്ക്രീൻഷോട്ടോടെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഒരുപാട് പേര് ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ്. ആരാണ് ശരി, എന്താണ് തെറ്റെന്ന് നമുക്കറിയത്തില്ല. അതവർ പുറത്ത് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ ഈ കുട്ടിയെ മാരേജ് ചെയ്ത പയ്യനും രംഗത്ത് വരുമായിരിക്കും. അവർക്ക് പറയാനുള്ളത് അവർ പറയുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ ഫാമിലി ഉപ്പുമുളക് ലൈറ്റ് തന്നെ അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം നമുക്ക്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എന്തായാലും വിവാഹം നടന്ന കഴിഞ്ഞ യുവ വധുവരന്മാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹമംഗളാശംസകൾ നേരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.